ഒരു സിംഹത്തിൻ്റെ അടുത്തോ ഒരു മൃഗത്തിൻ്റെ അടുത്തോ പോയി നമുക്ക് ഇതുപോലെ കൂളായിട്ടിരിക്കാൻ പറ്റും. നമുക്കെപ്പോഴും ഭയമാണ് അവർ നമ്മളെ ഉപദ്രവിക്കുമോ എന്നുള്ളത്. അപ്പോൾ അതൊരു വിശ്വാസമാണ്. എന്നെ ഉപദ്രവിക്കില്ല അല്ലെങ്കിൽ എന്നെ ആക്രമിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. ഈ വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ജാതകം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നമുക്ക് ഗ്രഹനില ബേസിച്ചായിട്ട് പറയുമ്പോൾ നമ്മളെ ഓരോ ഗ്രഹങ്ങളും ചുറ്റുമുള്ള വസ്തുക്കളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ജനനം മുതൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ സ്വാധീനിക്കുന്ന പോലെ നമുക്ക് അദൃശ്യമായ ചില ഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ജ്യോതിഷത്തിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഗ്രഹങ്ങളെ വച്ച് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രഹനില ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഗ്രഹനില ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരാളെ മനസ്സിലാക്കുക എന്നാണ് പറ്റുക. ഇപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ ഇത് ഗ്രഹനില അത് ബേസ് ചെയ്തിട്ടുള്ള ഫലങ്ങൾ ഇപ്പോൾ ഒരു വിശ്വാസം ആണെങ്കിൽ മാത്രമേ അയാൾക്ക് അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ വരികയുള്ളൂ. പക്ഷേ ഇനി വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്തു വരുന്ന കർമ്മങ്ങളെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ആക്ടിവിറ്റികളും സ്ഥലത്തിൻ്റെ എനർജിയും ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ പോലും അത് നമ്മളെ കൊള്ളും. ഇപ്പം നമുക്ക് കാറ്റ് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും എന്ന് പറയുന്ന പോലെ ഈ എന്തും ഒരു ബേസിക്കായിട്ടൊരു വിശ്വാസം മനസ്സിൽ വന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇപ്പം നമുക്ക് വിശ്വാസമില്ലാതെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ രണ്ട് മനുഷ്യർ തമ്മിൽ കൂടിയിരിക്കുമ്പോൾ അവർ തമ്മിൽ ഉപദ്രവിക്കില്ല എന്നുള്ളത് തന്നെ ഒരു വിശ്വാസമാണ്. ഇപ്പോൾ അവരെന്നെ ഉപദ്രവിക്കും എന്നൊരു തോന്നൽ വന്നാൽ പിന്നെ അവരെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഭ്രാന്തൻ്റെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറയുന്ന ഒരു സിംഹത്തിൻ്റെ അടുത്തോ ഒരു മൃഗത്തിൻ്റെ അടുത്തോ പോയി നമുക്ക് ഇതുപോലെ കൂളായിട്ടിരിക്കാൻ പറ്റില്ല. നമുക്കെപ്പോഴും ഭയമാണ് അവർ നമ്മളെ ഉപദ്രവിക്കുമോ എന്നുള്ളത്. അപ്പോൾ അതൊരു വിശ്വാസമാണ്. എന്നെ ഉപദ്രവിക്കില്ല അല്ലെങ്കിൽ എന്നെ ആക്രമിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ കർമ്മത്തിന് നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കൂ. ഇപ്പം നമ്മളൊരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുക. ഈ ഭക്ഷണം കേടുവന്ന ഭക്ഷണമാണെന്നൊരു ചിന്ത മനസ്സിൽ വന്നാൽ നമുക്ക് ആ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഛർദ്ദിക്കും. അതേസമയത്ത് നല്ല ടേസ്റ്റാണ്, നല്ല ഭക്ഷണമാണ്, കാഴ്ചയ്ക്കും അതിൻ്റെ അടുത്ത് വന്നപ്പോൾ മണവും എല്ലാം കിട്ടി നമ്മളെ അത് ത്രസിപ്പിച്ചാൽ അല്ലെങ്കിൽ ഭ്രമിപ്പിച്ചാൽ അത് നമുക്ക് എത്ര കഴിച്ചാലും മതി വരത്തില്ല. നമുക്ക് കഴിക്കും തോറും വയറ് അതിനുവേണ്ടി നമുക്ക് വലുതായി തരും. നമുക്കത് മുഴുവൻ മതി വരും. അവസാനം ഒരു പരിധി വരുമ്പോഴേ നമുക്കത് നിർത്താം. അത് നമ്മുടെ അതിനോടുള്ള ഒരു വിശ്വാസമാണ്. ഇത് നല്ല ഭക്ഷണമാണ് അല്ലെങ്കിൽ നല്ലതാണെന്നുള്ളൊരു വിശ്വാസം വന്നതുകൊണ്ട് മാത്രമാണ് നമുക്കത് അത്രയും കഴിക്കാൻ സാധിച്ചത് എന്ന് പറയുന്ന പോലെയാണ് ഈ വിശ്വാസം. ഇപ്പം ജാതകത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ ഫലങ്ങൾ നമ്മളെ സ്വാധീനിക്കും. ഇപ്പോൾ നമ്മൾ ജാതകം നോക്കിയിട്ട് ഗ്രഹനില നോക്കി നമ്മൾ ഓരോ ദശാകാലം വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന പോലെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. അയാൾ നമ്മളെ ഖണ്ഡിച്ചാൽ അയാളുടെ മാനസികാവസ്ഥയാണ് അവിടെ നടക്കുക. അയാൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് അയാൾ ചിന്തിച്ചതെങ്കിൽ ആ ചിന്തയാണ് അവിടെ നടക്കുക. നമുക്കവിടെ അപ്പോൾ ആ ജാതകത്തിൻ്റെ ഫലം കൊടുത്ത ആൾക്ക് അയാളെ സ്വാധീനിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ പറഞ്ഞ കാര്യം അവിടെ നടക്കില്ല. പക്ഷേ എന്നാൽ മറ്റേ ആൾ പറഞ്ഞ കാര്യങ്ങൾ അവിടെ അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ നടക്കുക. അപ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പം വിശ്വാസവും ജാതകവും തമ്മിൽ നല്ല കണക്ഷനുണ്ട്. ഈ ദശാസന്ധി എന്ന് പറയില്ലേ, അപ്പോൾ അതിൽ ഈ മനുഷ്യർക്ക് ഇപ്പം ജാതകത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആയുസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആയുസ്സിന് അപകടം മീൻസ് ആയുസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമെന്ന് കേട്ടിട്ടുണ്ട്. എന്താ ശരിക്കും ഈ ദശാസന്ധി? ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും രണ്ട് ദശകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു പാട്ടാണ്. സാധാരണഗതിയിൽ ഒരു ദശയുടെ അവസാനത്തെ അന്തർദശയുടെ ഭാഗമാകുമ്പോൾ അവിടെ മുതൽ അടുത്ത ദശയിലേക്ക് കയറുന്ന സമയം മുതലേ നമുക്ക് ദശാസന്ധി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ദശാസന്ധിയിൽ വരുമ്പോൾ ഒരു ദശയുടെ എഫക്റ്റ് മാറിയിട്ട് മറ്റൊരു ദശയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആയുസ്സിന് ഹാനികരമാകുന്നത് നമ്മുടെ ജാതകത്തിലെ അഷ്ടമഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിനെ നിർണ്ണയിക്കുന്ന ഭാവത്തിനെ ബേസ് ചെയ്തിട്ട് ആ ഗ്രഹത്തിൻ്റെ കാലമാണ് വരണമെങ്കിൽ ആ സമയത്ത് നമുക്ക് ആരോഗ്യ അരിഷ്ടതകൾ പറയാം. അത് ആയുസ്സിനും ആരോഗ്യത്തിനും അരിഷ്ടതകളായിട്ട് നമുക്കത് പറയാൻ സാധിക്കും. പക്ഷേ അതും ഈ പറയുന്ന പോലെ നമുക്ക് പ്രിക്കോഷനാണ്, നമുക്കൊരു വാണിംഗ് ആണ് തരുന്നത്. ഇന്ന സമയത്ത് ഇന്നത് നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം പൊതുവേ നമ്മൾ ജാതകത്തെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ ജാതകം നമുക്കൊരു റിവ്യൂ, നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിന് റിവ്യൂ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്. അപ്പോൾ അത് മുഴുവൻ അതേപടി നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇയാളുടെ സ്വഭാവം ബേസ് ചെയ്തിട്ട് ഈ ജാതകം നോക്കി നമുക്ക് ഒരാളുടെ സ്വഭാവം അളക്കാമെന്നാണ് പറയുന്നത്.
അപ്പോൾ ആ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം ചെയ്തു കൂട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പോൾ അത് അദ്ദേഹം മനസ്സിലാക്കി മാറിയില്ലെങ്കിൽ ഈ ക്യാരക്ടർ അനാലിസിസ് ചെയ്ത രീതിക്കാണെങ്കിൽ ആ സ്വഭാവം ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ആകും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള പറയാം, അത് അതേപടി തന്നെ നടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ അതിനെ കാണുന്നു അതനുസരിച്ച് നമുക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളെ വന്ന് കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഒരു വഴി കൂടെ പോകുമ്പോൾ ആ വഴിയിൽ കുഴിയുള്ള വഴിയാണ് അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ വഴിയാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് നമ്മുടെ വാഹനം ഓടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ കുഴിയിൽ ചാടി നമുക്കും വാഹനത്തിനും കേടുപാട് സംഭവിക്കും. പിന്നെ റോഡ് മുറിച്ചിട്ടേക്കുന്ന റോഡാണ്, അവരുടെ വാണിംഗ് കേട്ടിട്ട് നമ്മൾ അതിൽ കയറിപ്പോയാൽ ആ മുറിച്ചിട്ട റോഡിൽ നമ്മൾ തിരിച്ചു വീണ്ടും വരേണ്ടി വരും, അല്ലെങ്കിൽ ആ കുഴി ചാടും എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വാണിംഗ് ഉണ്ട് എന്ന് മനസ്സിലായി അതനുസരിച്ച് മാറാനുള്ള ഒരു സമയമാണ് നമ്മൾ ജാതകം നോക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വിശ്വാസമുള്ള ആളെ സംബന്ധിച്ചിടത്തല്ലേ ഉള്ളൂ, വിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊരു കാര്യം അവിടെ പറയാൻ പറ്റും. ഇപ്പോൾ ഗ്രഹനില ബേസ് അയാൾ ജനിച്ച സമയം മുതൽ ആൾക്കൊരു ബേസിക് കോമൺ സ്വഭാവമുണ്ട്. ആ സ്വഭാവം ബേസ് ചെയ്ത് അയാൾ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യാതിരിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അത് ആളുമായിട്ട് നമ്മൾ ആളുടെ എനർജി റീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ആളുടെ സ്വഭാവത്തെ ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സ്വഭാവം ബേസ് ചെയ്തിട്ട് ആൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. അതിൽ അയാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഇപ്പോൾ ദേഷ്യപ്പെടുന്ന എന്ത് കാര്യങ്ങൾക്ക് ഹൈപ്പർ സെൻസിറ്റീവായിട്ട് പെരുമാറുന്ന ഒരാളെ നമുക്ക് മനസ്സിലായി അയാളുടെ ജാതകം നോക്കുമ്പോൾ അയാൾ സെൻസിറ്റീവ് അതൊന്നും മനസ്സിലാക്കി അയാൾക്ക് ജാതകത്തിൽ വിശ്വാസവുമില്ല. പക്ഷേ ഈ ഹൈപ്പർ സെൻസിറ്റീവ് സ്വഭാവം ഇയാൾ മാറ്റില്ല, പക്ഷെ മാറ്റം അയാൾക്ക് ശ്രമിച്ചാൽ നടക്കുന്നതാണ്. അപ്പോൾ അയാളുടെ ഫിസിക്കലായിട്ടുള്ള അയാളുടെ ഹോർമോൺസിൻ്റെയും ബോഡിയുടെ സ്വഭാവ രീതികളും അല്ലെങ്കിൽ അതിൻ്റെ ഹോർമോൺസിൻ്റെ ഉൽപ്പാദനമൊക്കെ ബന്ധിച്ച് കണക്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ വിശ്വാസവും അവിശ്വാസവും ഇല്ല, നമ്മളെങ്ങനെ അതിന് നിരൂപണം ചെയ്യണു എന്നതിനെ ബേസ് ചെയ്ത് വേണം നമുക്ക് പറയാനായിട്ട്. പക്ഷേ അതിൻ്റെ കൊടുക്കുന്ന റിസൾട്ട് അയാളിൽ വർക്ക് ചെയ്യണമെങ്കിൽ അയാൾക്കതിൽ വിശ്വാസം ഉണ്ടാകണം. ശരിക്കും ഒരു രണ്ടുപേർ വിവാഹം കഴിക്കുമ്പോൾ ചിലർ പറയും മരണപ്പൊരുത്തമാണ് എന്ന് പറയും, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മരണപ്പൊരുത്തമാണെന്ന് പറഞ്ഞാൽ പോലും അവർ ഒന്നിച്ച് വിവാഹം കഴിച്ച് കാലങ്ങളോളം ജീവിക്കുന്നുണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇപ്പം ഈ മരണപ്പൊരുത്തം മരണയോഗം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ആ സമർത്ഥമായിട്ട് ഗണിക്കുന്ന ആൾക്ക് ഇപ്പം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഭാര്യ ഇപ്പം 50 വയസ്സിനും 20 വർഷവും 30 വർഷവും അല്ലെങ്കിൽ 40 വർഷം ജീവിച്ചതിന് ശേഷമായിരിക്കും ഭാര്യ ആദ്യം മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതിൽ പറയേണ്ടത് ഈ മരണയോഗമുണ്ട്, പക്ഷേ അത് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ്. ആ ദശാകാലം ഗണിക്കാൻ പറ്റാത്ത വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ജാതകം കൂട്ടിച്ചേർത്തപ്പോൾ പറഞ്ഞു. ഇപ്പോൾ ഭാര്യയ്ക്ക് മുമ്പേ ഭർത്താവും മരിക്കും. അപ്പം അവിടെ ഇപ്പം വൈധവ്യയോഗമുള്ള ആൾക്കാർക്ക് നമ്മളങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് എപ്പോൾ സംഭവിക്കുന്നുള്ള ആ ദശാകാലം ബേസ് ചെയ്താണ് പറയേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു യോഗമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ജാതകങ്ങൾ തമ്മിലുള്ള അലൈൻമെൻറ്റ് രണ്ടുപേരും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവർക്ക് നമ്മളിപ്പോൾ റേഡിയേഷൻ എന്ന് പറയുന്ന പോലെ ഇപ്പം നമ്മൾ ഈ റേഡിയേഷനുള്ള വസ്തുക്കൾ അടുത്ത് പോയിരുന്ന പെട്ടെന്നൊരു അപകടം സംഭവിച്ചില്ലെങ്കിലും വരും കാലങ്ങളിൽ നമുക്കത് ശരീരത്തിന് ഇൻഫെക്റ്റ് ഉണ്ടാക്കാം എന്ന് പറയുന്ന പോലെ ഈ രണ്ട് ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ കൂടിച്ചേർക്കുമ്പോൾ അവർ തമ്മിലുള്ള മാനസിക ശാരീരികമായ കണക്ഷൻ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ ഇത് ബേസ് ചെയ്തിട്ട് അവർക്ക് ഈ പറഞ്ഞ യുദ്ധം ഫൈറ്റിങ് ആർഗ്യുമെൻ്റ് ആയിക്കോട്ടെ അങ്ങനെ കുറേശ്ശെയാണ് ഈ ദുരിതങ്ങളെല്ലാം സംഭവിക്കുക. അപ്പോൾ അവർക്ക് അസുഖങ്ങളായിരിക്കും വരിക, ചിലപ്പോൾ അപകടങ്ങളായിരിക്കും വരിക. അപ്പോൾ അത് ഈ കൂടിച്ചേരൽ മുഖേന ഉണ്ടാകുന്ന ദുരിതങ്ങളായിട്ട് വേണം പറയാനായിട്ട്. പക്ഷെ അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് രണ്ടുപേരുടെയും ജനനതീയതി ഗ്രഹനില ബേസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അത് സൂക്ഷ്മ നിരീക്ഷണം അതിന് വേണം. ഈ രണ്ടുപേര് തമ്മിൽ പൊരുത്തമില്ല എന്ന് പറഞ്ഞിട്ട് തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാൽ മരണമുണ്ടാവും എന്ന് പറഞ്ഞതിന് ശേഷം അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ അവർക്ക് ഇതിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഈ പറഞ്ഞ സംഗതിയിൽ അവർ ഓവർടേക്ക് ചെയ്തു. അത് ഇവർക്ക് ഇങ്ങനെ ഉണ്ടാകേണ്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുഴിയുണ്ടെന്ന് മനസ്സിലായപ്പോൾ മാറിപ്പോയി. ഈ കുഴിയില്ലെന്ന് അറിഞ്ഞാൽ നമ്മൾ കുഴി പോയില്ലേ? അപ്പം പിന്നെ ജ്യോതിഷം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അത് നമ്മുടെ ഇച്ഛാശക്തിയാണ്. അത് ആദ്യം തന്നെ ഇപ്പോൾ പറയുമല്ലോ, നമ്മളെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുടെ ബേസ് ചെയ്തിട്ട് നമ്മളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായാൽ ഇത് നോക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഗ്രഹനിലയുടെ ഇൻഫ്ലുവൻസിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ പോരെ? രണ്ടും വരും.
രണ്ടും ആൾക്കാർ പറയുള്ളൂ. അത് ഡിപ്പെൻഡ് ഓരോരുത്തരുടെ രീതികളല്ലേ പറയുക. ഓരോരുത്തർ പലരും പല രീതിയിൽ. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ടൊരു ജോത്സ്യനെ എടുக்க പോയാൽ 10 ജോത്സ്യരെ കണ്ടാൽ 10 ആൻസറാണ് കിട്ടുക. കാരണം അത് അവർ കാണുന്ന രീതിയാണ്. അപ്പം ഇതിൽ നമുക്കൊരു പെർമനൻസ് ആയിട്ടൊരു സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനെ എങ്ങനെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നു അത് ബേസ് ചെയ്ത് ഫലവും മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ജാതകം നോക്കാതെ ആൾക്കാരെ കാണുമ്പോൾ തന്നെ അവരുടെ എനർജിക്ക് പാസ്റ്റ് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഒരാളെ കാണുമ്പോൾ നമ്മളിപ്പോൾ ഒരു 10,000 പേരെ കണ്ടു, അവരുമായി അടുത്ത് ഇൻട്രാക്റ്റ് ചെയ്താൽ 10,000 കഴിഞ്ഞ് വരുന്ന ഓരോ മനുഷ്യരുടെയും കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. അവർ ഇന്ന ടൈപ്പിലുള്ള ആൾക്കാരാണ്, ഇന്ന ക്യാരക്ടറാണ് അവരുടെ, ഇന്ന എനർജിയാണ്, അവർക്ക് ഇന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. പക്ഷേ കാരണം നമ്മൾ കടന്നു വന്ന സാഹചര്യം മുഴുവൻ നമ്മുടെ മുഖത്തുണ്ട്. അത് ബേസ് ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്ത് പറയാൻ പറ്റും. ഈ ജ്യോതിഷവും കൈരേഖാശാസ്ത്രവും തമ്മിൽ ബന്ധമുണ്ട്? അത് രണ്ടാണ്. ഈ ചൊവ്വാദോഷം അതിനെക്കുറിച്ച് നമുക്ക് ഈ ചൊവ്വയെപ്പറ്റി പറയുമ്പോൾ ചൊവ്വ നല്ല ഒരു ഇതായിട്ടാണ് നമ്മൾ പറയുക. ആക്ച്വലി ഞാനത് ദോഷമായിട്ട് പറയില്ല. നമുക്ക് ഈ ചൊവ്വാദോഷം കൊണ്ട് സെപ്പറേഷൻ ആണ് മെയിനായിട്ട് നമുക്ക് പറയേണ്ടത്. അത് 2-3 തരത്തിൽ വരാവുന്നതാണ്. നമുക്കൊരു വിദേശവാസ യോഗം കൊണ്ട് 2 കൂട്ടർ തമ്മിൽ ദാമ്പത്യത്തിലാണ് ചൊവ്വാദോഷം ശരിക്കും നമ്മൾ എടുത്തു പറയുന്നത്. അപ്പോൾ ആ ദാമ്പത്യത്തിലെ സെപ്പറേഷനാണ് ചൊവ്വ കൊണ്ട് പറയുക. നേരത്തെ ആയിരുന്നെങ്കിൽ സെപ്പറേഷൻ കുറവായിരുന്നു. പണ്ട് കാലത്ത് അതുകൊണ്ട് മരണമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം അഷ്ടമത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ ഭർത്തനാശം അല്ലെങ്കിൽ ഭാര്യനാശം എന്ന് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കാലം മാറിയപ്പോൾ അത് സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് പറയാം. അപ്പം ഇവർ തമ്മിലുള്ള ഈ അലൈൻമെൻറ്റ് സെറ്റായില്ല എങ്കിൽ ഇവർ തമ്മിൽ ഒന്നിച്ച് നിൽക്കാൻ സാധിക്കില്ല. കലഹങ്ങളായിരിക്കും. ആ കലഹം അവരെ സെപ്പറേഷനിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ചൊവ്വാദോഷമുള്ള ആൾക്കാർ സെപ്പറേറ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ആൾ, അവർ തമ്മിൽ മാസത്തിൽ ഒരു പ്രാവശ്യം വന്ന് കണ്ടു പോവുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നവും വരില്ല. കാരണം അവർ തമ്മിൽ ഒന്നിച്ച് നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രശ്നം. ഇപ്പോൾ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ ചൊവ്വാദോഷമുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ട്. പക്ഷെ അവരും ഈ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ ഇത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ ജാതകത്തിൽ 60 വയസ്സിന് ശേഷമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ എനർജി ആർഗ്യുമെൻറ്റ് കാരണം. അപ്പോൾ മെയിനായിട്ട് ചൊവ്വാദോഷം കൊണ്ട് പറയേണ്ടത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കും എന്നാണ് നമുക്ക് പറയേണ്ടത്. അവർ തമ്മിലുള്ള ഒരേ ചിന്താഗതി അല്ലാതെ ഒരേ കാര്യത്തിന് തന്നെ പല ആൻസർ വന്നിട്ട് തമ്മിൽ യുദ്ധം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് ചൊവ്വാദോഷത്തെ കൊണ്ട് പറയേണ്ടത്. അത് പലർക്കും പല രീതികളിലാണ് വരുന്നത്. പക്ഷെ അത് വിവാഹബന്ധത്തിൽ മാത്രമാണ് നമ്മൾ സീരിയസ് ആയിട്ട് പറയുക. പക്ഷെ വിവാഹബന്ധത്തിൽ മാത്രമല്ല, ഈ ചൊവ്വാദോഷമുള്ള ആൾക്കാർക്ക് ഫ്രണ്ട്ഷിപ്പിലും പ്രോബ്ലം വരാറുണ്ട്. സുഹൃത്ത് ബന്ധത്തിലും വഴക്കുകൾ ഉണ്ടാവുക, അവർ തമ്മിൽ ചേർന്ന് പോകാൻ പറ്റാതെ വരിക എന്ന് പറയുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.